ഈ കഴിഞ്ഞ ദിവസം ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്ന ചിത്രങ്ങൾ, കൊടിസൂനി ഉൾപ്പെടെ ടി പി ചന്ദ്രശേഖരൻ വധത്തിൽപ്പെട്ട കൊടിസൂനി ഉൾപ്പെടെയുള്ളവരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന രീതിയിൽ പ്രതികളും ഇപ്പോഴും ഈ പറയുന്നവരുമായി ബന്ധം പുലർത്തുന്നു എന്നതിന്റെ തെളിവാണോ? തീർച്ചയായിട്ടും ഈ മേഖല എന്ന് പറയുന്നത് ടി പി കേസിലെ പ്രധാന ആളുകളുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഈ ബോംബിൽ കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരും ഒക്കെ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ജ്യോതി ബാബു ഉൾപ്പെടെ കുഞ്ഞനന്ദൻ ഉൾപ്പെടെ ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാണ്. ഈ പ്രതികളുമായി അടുത്ത ബന്ധമുള്ളവർ തന്നെയാണ് ഇതിലെ മുഴുവൻ ആളുകളും. അപ്പോൾ ഈ കേസുമായി കൊടിസുനിയുമായി ഒക്കെ നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുകയാണ്. ഈ ക്രിമിനലുകൾ ഈ പ്രദേശത്ത് വളരെ ശക്തമായിട്ട് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും അതാണ് ഇത് തെളിവാക്കുന്നത്. ഇത് ആരെ കൊല്ലാനാണ്? അതാണ് ഇവർ പറയുന്നത്. ഈ ബോംബ് ഉണ്ടാക്കുന്നത് ഏത് മനുഷ്യനെ കൊല്ലാനാണ്? ഉഗ്രവീര്യമുള്ള ബോംബാണ് ഇപ്പൊ പൊട്ടിയിരിക്കുന്നത്. മരിച്ച മനുഷ്യന്റെ കൈയും കാലും മുഖവും ഒന്നുമില്ല, എല്ലാം പൊട്ടിത്തെറിച്ചു. അത്ര വീര്യമുള്ള ബോംബ് ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവരുണ്ടാക്കിയത് എന്ന് കൂടി പറയണം. ഒരു സമാധാനം അന്തരീക്ഷം തകരുക എന്ന ഏറ്റവും പ്രധാന ഉദ്ദേശത്തിലാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു മുദ്രാവാക്യമായി മാറ്റുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യത്തിലേക്കാണ്. അല്ല, തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞു ടി പി വധം ഈ കേസിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പോഴും ടി പി? അതിനുള്ള ഉത്തരമാണിത്. ഇപ്പോഴും ടി പി ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ്, ഈ അക്രമം അവസാനിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് അവസാനിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോഴും ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.